നീ ആടണ്ടല്ലോടാ ബാലൻസ് എല്ലാരും മ്യൂസിക് ആയിരുന്നില്ലേ? അപ്പൊ ശരി, കല്യാണത്തിലെന്ന് എല്ലാരും ഡീസന്റ് ആയിരിക്കണം. നോ മോർ ബാച്ചിലർ പാർട്ടി. ഓക്കെ. പിന്നെ കല്യാണത്തിന് മറക്കണ്ട വരാനായിട്ട്. മറ്റന്നാളാണ് ഞാൻ പോണത്. എപ്പോഴാണ് കല്യാണം? എടാ ഓഗസ്റ്റ് 17. നീ ഓക്കെ അല്ലടാ? കണ്ണുണ്ട്, ഞാൻ ഓക്കെ അല്ലേ? സമുദ്രം में कितना नदी बहुत आया है यार. എന്നിട്ടാണ് നിന്റെ ഡ്രൈവർ ഓക്കെ അല്ലേ? അവൻ സേഫായിട്ട് ഓടിക്കൂലേ? അവൻ മാറിന്ന് ചെറുതരച്ചിട്ടില്ലല്ലോ? ഉറപ്പല്ലേ? ഡ്രോപ്പ് ചെയ്യണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാരും തിരുവിളിക്കണോട്ടാ. بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا رب العالمين. ഉസ്താദ് പോന്ന് കുറച്ച് സമയമായി. ഉസ്താദ് നമ്മളിപ്പോ നരകത്തിലോ സ്വർഗത്തിലോ? അത് തീരുമാനിക്കാൻ പടച്ചോ നിനക്ക് കുറച്ച് സമയം തന്നിരിക്കണം. നീ ബോധമില്ലാണ്ട് കിടന്നപ്പോ ഇവനുണ്ടായ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. പൂച്ച വട്ടം ചാടിയിട്ടല്ല, കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് നാട്ടുകാര് മാത്രമല്ല പെണ്ണ് വീട്ടുകാരും അറിഞ്ഞി. അങ്ങനെ നിന്റെ കല്യാണം ഭംഗിയായിട്ട് മുടങ്ങി. മാനക്കേട് സഹിക്കാതെ നിന്റെ ബാപ്പ കടയിൽ പോവാണ്ടായി. ആ പാവം നാട്ടിലേക്ക് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചു. പോലീസ് റിപ്പോർട്ടിൽ നീ മദ്യപിച്ചിരുന്നു എന്ന് എഴുതി വെച്ചതിന്റെ പേരില് നിനക്ക് പകരം വേറെ ആളെ വെച്ച്. ഇനി നിന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ദീനിന്റെ വഴിയാണ്. ഇനി ഉസ്താദ് പറയും, നീ അനുസരിക്കും. തൽക്കാലം വാപ്പിട്ടിട്ട് പോവാൻ പോണ പീഡിയ നിനക്ക് ഏറ്റെടുത്ത് നടത്താം. ഇനി ഒരു പെണ്ണ് കെട്ടുന്നത് വരെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പള്ളിയുടെ തിണ്ണ കയറി അങ്ങോട്ട് നിരങ്ങ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി നീ പേടിക്കണം. സിറാത്തുൽ മുസ്തഖീൻ എന്ന പാലത്തിനെ നീ പേടിക്കണം. അതിന്റെ മോളിൽ നിന്ന് താഴെ വീണാലെത്ര നരകത്തിലെ തിളച്ചു മറിയണ തീനെ ഇച്ച് പേടിക്കണം. ഞാൻ ഇനി പഴിച്ച വഴിക്ക് പോലും അൽഹംദുലില്ലാ, നന്നായി വരും. പേടിക്കണ്ട, ഉസ്താദ് കൂടെയുണ്ട്. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, എന്താ എന്തു പറ്റി? വാപ്പച്ചിക്കൊന്നുമില്ല. മക്കളെ നൂത് കൊടുത്തിട്ട് വാ, വാപ്പച്ചിയുടെ സുഖം സംസ്കരിക്കാം. വേഗല്ലേ, വേഗം പോയിട്ട് വാ. കുട്ടികളോട് ഞാൻ നിസ്കരിക്കാൻ പറ്റും തോന്നുള്ള ചന്ദ്രേട്ടാ. ദസ്തഗരെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒന്നുമില്ല, വല്ല ഗ്യാസിന്റെ ആയിരിക്കും. ഗ്യാസില്ലേ?
നിങ്ങൾ നോക്കിക്കണ്ട ആംബുലൻസ് വിളിക്ക് പോയി. ആംബുലൻസാ? ആംബുലൻസ് വിളിക്കാൻ ചേട്ടാ. റബേ ചെറിയ വീട്ടില റബേ ചതിക്കല റബേ. അതാ ക്ഷമിക്കണം ഡോക്ടറെ, ഞാൻ ചന്ദ്രനാ. എന്താ ചന്ദ്ര? ദസ്തക്കീറിന് ഒരു നെഞ്ചുവേദന. ശരിക്കുള്ളതാണോ അതോ? അല്ല, വേദന ഉണ്ടെന്നാണ് തോന്നണത്. എന്നോട് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വിളിക്കാന്ന് കരുതി. എന്നിട്ട് ഓനിപ്പോ എന്ത് ചെയ്യാ? ഓരോ നോക്കട്ടെ. ഇപ്പൊ കുട്ടികളെയും കൂട്ടി നിസ്കരിക്കുക. ഇനി പറ്റിയില്ലെങ്കിലോ എന്നാ പറയണേ. അപ്പൊ ഓൻ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് അല്ലേ? നീ ആംബുലൻസ് ഒന്നും വിളിക്കാൻ നിൽക്കണ്ട ചന്ദ്ര. നീ ഒരു കാര്യം ചെയ്യ, ഒരു 8 മണിയാവുമ്പോ ഓനെയും കൂട്ടി ക്ലിനിക്കിലേക്ക് വാ. ആംബുലൻസ് വിളിച്ചില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കും. ഒന്നുമില്ലാടോ, കുറേ തവണ ആംബുലൻസും വിളിച്ചോണ്ട് താൻ ഓടിയിട്ടുള്ളതല്ലേ. ഏറി വന്നാൽ മരിച്ചു പോകും. പല പ്രാവശ്യം മരിക്കുന്നതിനേക്കാളും അത് തന്നെ നല്ലത്. എല്ലാ കണക്കും ഇതിലുണ്ട്. കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും പിന്നീട് തരാൻ പറ്റിയെന്ന് വരില്ല. എന്താ ദസ്തക്കീറ ഇത്? നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടാ? വരാതിരിക്കട്ടെ. അങ്ങനെ പോകാനാ എനിക്കിഷ്ടം. ഫ്യൂസ് അടിച്ചു പോകുന്ന പോലെ. എനിക്കിതിന് പറ്റിയിട്ടുണ്ടെങ്കിലേ സുലേഖനെ അറിയിപ്പിക്കത്തിട്ട. ദസ്തക്കീറേ, അവരിവിടെ ഇല്ലാത്തതാണ് നിങ്ങളുടെ ഈ പ്രശ്നം. എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. നാളെ തന്നെ ഗിസൈസിൽ പോയിട്ട് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം. കൊല്ലും ഞാൻ മരിച്ചെന്റെ മയ്യത്ത് കാണിക്കാൻ മാത്രം കൊണ്ടുവന്നാൽ മതി. അവള് എന്നെ എന്റെ കുട്ടികൾ ഒരു നിസാര കാര്യം പറഞ്ഞിട്ട് പോയതല്ല. അവളോട് സുലേഖ പോയത് അവിടെ ഉപ്പാടെ ഉമ്മാടെ കൂടെ നിൽക്കാനല്ലേ. ആംബുലൻസ് അവിടെ ചേർന്നേട്ടാ. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, വരും. മക്കള് പോയി കിടന്നുറയ്ക്കേ. വാപ്പിച്ചൊക്കെ ഒന്നുമില്ല. പൊക്കോ, പോയി കിടന്നുറക്കും. ശരി വാപ്പച്ചി. മോളിന്നായിരിക്കും ഇവരൊക്കെ ഞാൻ എപ്പ കാണാനാ ചന്ദ്രേട്ടാ. ആംബുലൻസ് എവിടെ ചന്ദ്രേട്ടാ? വരും, വന്നോണ്ടിരിക്കുക. ദസ്തക്കീറേ, ഈ നാട്ടിലൊരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകാൻ എന്തൊരു പാടാന്നറിയോ? ബിൽഡിംഗ് റെന്റ്, സ്റ്റാഫിന്റെ ശമ്പളം, ലൈസൻസ് ഫീ, കറണ്ട് ബില്ല്, പിന്നെ എന്റെ ശമ്പളം. അയ്യോ ഡോക്ടറെ, എനിക്ക് ഇപ്രാവശ്യം ഡിസ്കൗണ്ട് ഒന്നും വേണ്ട. ഇതെങ്ങനെങ്കിലും മാറ്റി തന്നാൽ മാത്രം മതി. അതല്ല, നിന്നെ പോലത്തെ മാരക രോഗികളാ ഞങ്ങളുടെ നിലനിൽപ്പിന് ആധാരം. എടോ, നിനക്ക് ചുമ്മാ പേടിയും ബേജാറും കൊണ്ടുള്ള പാനിക് അറ്റാക്കാണ്. അറ്റാക്കാ? ഞാൻ പറഞ്ഞില്ല അറ്റാക്കാണെന്ന്. അപ്പൊ നിങ്ങൾ വെറുതെ. ആങ്സൈറ്റി അറ്റാക്ക്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ വട്ട്. എടോ, എല്ലാ സൂക്കേടും തുടങ്ങുന്നത് ദാ ഇവിടെ നിന്നാണ്. ഈ ഹാർഡ് ഡിസ്കിൽ വൈറസ് കയറാതെ കൂളായി വെച്ചിരുന്നാ പിന്നെ ഒരു അസുഖവും വരാൻ പോകുന്നില്ല. പക്ഷെ നീ ഇത് വേറെ ആരോടും പറയണ്ട, ഞങ്ങളുടെ കഞ്ഞിവിടെ മുട്ടാൻ പോകുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. നിങ്ങളെ വെറുതെ ടെൻഷൻ അടിച്ചെന്തെങ്കിലും ആക്കണം. ഇപ്പൊ ഞാനായ നിരവരാ. അതെ ദസ്തക്കീറേ, നീ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി കടയിൽ പോയി അടുത്ത ചെക്കപ്പിലുള്ള പൈസ റെഡിയാക്കിട്ട് വാ. താങ്ക് യു ഡോക്ടർ. ബില്ല് അവിടെ ആയിരിക്കും. ഡോക്ടറെ, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വിളിക്കാം. ഇല്ല, വേണമെന്നില്ല. ഡോക്ടറെ, ഡോക്ടറിന്റെ പരിചയത്തിൽ ഡോക്ടറെ പോലത്തെ ഏതെങ്കിലും നല്ല സൈക്കാട്രിസ്റ്റ് ഉണ്ടാവോ? സൈക്കാട്രിസ്റ്റോ? എന്തിനാ? ഡോക്ടറല്ലേ പറഞ്ഞ എനിക്കെന്തോ നല്ല മാനസികമായ ഇതിനൊക്കെ. നിന്നെ ഡോക്ടറിന്റെ മാനസിക നില തെറ്റിക്കല്ലേ. യോഗ അല്ലോ, യോഗ നല്ലല്ലേ, പോസിറ്റീവ് എനർജി. നീ പോയി യോഗ സർക്കസോ എന്ത് വേണേ പോയി ചെയ്യും. ഡോക്ടർ ഇവിടെ സർക്കസ് കളിക്കാം.